നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രാർത്ഥനയോടെയും അറബ് ലോകം പ്രതീക്ഷയോടെയും കാത്തിരുന്ന ചരിത്ര മുഹൂർത്തമാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. 7 മാസത്തെ യാത്രയ്ക്ക് ശേഷം യുടെ ചൊവ്വ ദൗത്യമായ ഹോപ്പ് പേടകം ചുവന്ന ഗ്രഹത്തിന്റെ ഭ്രമണപഥത്തിൽ വിജയകരമായി എത്തിച്ചേർന്നു. ഹോപ്പ് റോബ് ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ വിജയകരമായി എത്തിയതോടെ ഈ ലക്ഷ്യം നേടുന്ന 5ാമത്തെ രാജ്യമായി മാറിയിരിക്കുകയാണ്. അമേരിക്ക, ഇന്ത്യ, മുൻ സോവിയറ്റ് യൂണിയൻ, യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി എന്നിവയാണ് ഇതിനു മുൻപ് ഈ നേട്ടം സ്വന്തമാക്കിയത്. ഹോപ്പ് റോബിനൊപ്പം ചൈനയുടെ തിയാൻവെൻ 1ഉം യുഎസിന്റെ നാസ പേടകവും ഈ മാസം തന്നെ ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ പ്രവേശിക്കും. ജപ്പാനിലെ താനെഗാഷിമ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ജൂലൈ 21 പ്രാദേശിക സമയം പുലർച്ചെ 1:58 ഹോപ്പ് റോബ് ലക്ഷ്യത്തിലേക്ക് കുതിച്ചത്. 49.4 കോടി കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ പ്രവേശിക്കുമ്പോൾ അതിനു മുൻപ് കുതിച്ചുപാന യുടെ സ്വപ്നങ്ങളാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത്. 687 ദിവസം ഹോപ്പ് റോബ് ചൊവ്വയെ വലം വെക്കും. നേരത്തെ കണക്ക് കൂട്ടിയതുപോലെ വൈകിട്ട് 7:42 പ്രതീക്ഷ എന്ന അർത്ഥം വരുന്ന അമൽ എന്ന അറബി പേരുള്ള പേടകം ചൊവ്വയിലെത്തിയത്. രാത്രി 8:15 ദൗത്യം വിജയകരമാണെന്ന സന്ദേശം മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്ററിലെത്തി. ഒരു അറബ് രാജ്യത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആദ്യത്തെ ചൊവ്വ ദൗത്യം തന്നെ വിജയമായതിന്റെ ആഹ്ലാദ തിമിർപ്പിലാണ് യും അറബ് ലോകവും. ഇതോടെ ചൊവ്വയിൽ ബഹിരാകാശ വാഹനമുള്ള 5 രാജ്യങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നു. എല്ലാം പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് സംഭവിച്ചത്. ഇതിനു മുൻപ് റഷ്യയുടെയും ചൈനയുടെയും ഉൾപ്പെടെ ചൊവ്വ ദൗത്യങ്ങൾ പലതവണ പരാജയപ്പെട്ട ചരിത്രമുണ്ടെങ്കിലും ഹോപ്പ് പേടകം നൽകിയ പ്രതീക്ഷകൾ തെറ്റിച്ചില്ല. ജൂലൈ 21 പ്രാദേശിക സമയം പുലർച്ചെ 1:58 വിക്ഷേപിക്കപ്പെട്ടതു മുതൽ ഹോപ്പ് റോബിന്റെ ചൊവ്വയിലേക്കുള്ള യാത്ര ഏറെക്കുറെ സുഗമമായിരുന്നു. ജപ്പാനിലെ താനെഗാഷിമ സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു ചരിത്ര ദൗത്യം. മണിക്കൂറിൽ 1,21,000 കിലോമീറ്റർ ശരാശരി വേഗതയിൽ കുതിക്കുന്ന ഹോപ്പ് റോബ് പേടകം ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ സുരക്ഷിതമായി പ്രവേശിക്കുകയെന്നതായിരുന്നു ദൗത്യത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടം. ആ അഭിമാന നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്ററിൽ ഭരണാധികാരികളും സ്പേസ് ശാസ്ത്രജ്ഞരും, അതിന് പുറത്ത് ജനതയും. ആ കാത്തിരിപ്പ് ഇപ്പോൾ വെറുതെയായില്ല. യുടെ ചൊവ്വ ദൗത്യം വിജയകരമായതിന് പിന്നാലെ അനുമോദനം അർപ്പിച്ച നാസയും ദൗത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘത്തെ അനുമോദിക്കുന്നതിനായി ട്വിറ്റർ സന്ദേശത്തിൽ നാസ അറിയിച്ചു. പ്രിയപ്പെട്ട ഹോപ്പ് ചൊവ്വ ദൗത്യമേ, ചൊവ്വയിലെത്തിയതിന് നിങ്ങൾക്ക് അനുമോദനം എന്നായിരുന്നു നാസയുടെ വാക്കുകൾ. വിജയത്തിന്റെ വഴിയിലേക്കാണ് നിങ്ങളുടെ യാത്രയെങ്കിൽ താരങ്ങളിൽ കുറഞ്ഞ ഒന്നിലും തൃപ്തരാവരുതെന്ന ഇറാഖി കവി അൽ മുത്തനബിയുടെ വരികൾ ഉദ്ധരിച്ചായിരുന്നു നാസയുടെ അഭിവാദനം. ദുബായിലെ മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്ററിൽ നിന്നാണ് ശാസ്ത്രജ്ഞരും ദൗത്യം നിരീക്ഷിക്കുന്നത്. അമേരിക്കൻ സർവകലാശാലകളുമായി ചേർന്നാണ് ശാസ്ത്രജ്ഞർ പേടകം തയ്യാറാക്കിയത്. പേടകത്തിന്റെ നിർമ്മാണം നടന്നത് കൊളറാഡോ സർവകലാശാലയിലെ അന്തരീക്ഷ ബഹിരാകാശ ലബോറട്ടറിയിലും ദുബായിലെ മുഹമ്മദ് ബിൻ റാഷിദ് ബഹിരാകാശ കേന്ദ്രത്തിലുമാണ്. ചൊവ്വയിലെ അന്തരീക്ഷത്തെ കുറിച്ച് പഠനം നടത്തുക, 2117 ചൊവ്വയിൽ മനുഷ്യന് താമസ സ്ഥലം ഒരുക്കുക എന്നിവയാണ് ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം.